പാർലമെന്റ് സമ്മേളനം തന്നെയാണ് പറയാനുള്ളത്. കാരണം കഴിഞ്ഞ ദിവസം UPA സർക്കാരിൻ്റെ കാലത്തുള്ള ഈ സാമ്പത്തിക പരാജയങ്ങളെ തുറന്നു കാട്ടിയുള്ള ധവളപത്രം നിർമ്മല സീതാരാമൻ ധനമന്ത്രി പാർലമെന്റിൽ അവതരിപ്പിക്കേണ്ട ഇരുസഭകളിലും എന്തായാലും ഈ ധവളപത്രത്തെ ചൊല്ലിയുള്ള ഭരണ പ്രതിപക്ഷ വാക്പോര് തന്നെയായിരിക്കും ഇന്ന് വാർത്തകളിൽ ഇടം പിടിക്കുക എന്നതിലും സംശയമില്ല. എന്തായാലും UPA ഭരണകാലത്തെ സാമ്പത്തിക സ്ഥിതിയാണ് ഏറ്റവും പ്രധാനമായും അതിൽ ഉൾപ്പെടുത്തിയിരുന്നത്. എന്തായാലും കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞു എന്ന് സാരം. പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് അവഗണനയാണെന്ന ആക്ഷേപമുയർത്തി സർക്കാരിനെ പ്രതിരോധിക്കാനാണ് പ്രതിപക്ഷം ശ്രമം തുടരുന്നതും. എസ് നന്ദഗോപനാണ് ഡൽഹിയിൽ നിന്നും വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. നന്ദൻ, ഈ 2G സ്പെക്ട്രം ഉൾപ്പെടെ UP ഭരണകാലത്തെ 15 അഴിമതികൾ ഏറ്റവും പ്രധാനമായ റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിരുന്നു, എടുത്തു പറഞ്ഞിരുന്നു. അതിനുശേഷം എപ്രകാരമാണ് സാമ്പത്തിക സ്ഥിതി ആ 10 വർഷം താഴ്ന്നതെന്നും പിന്നീടുള്ള 10 വർഷം ഏവിധമാണ് ലോകത്തെ തന്നെ ആദ്യ 5 ശക്തികളിൽ ഒന്നായി ഭാരതം മാറിയത് എന്നുള്ള വ്യക്തമായ രേഖയായിരുന്നു കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ധനമന്ത്രി അവതരിപ്പിച്ചത്. 2004 മുതൽ 2014 വരെയുള്ള UPA ഭരണകാലത്തെ ധനസ്ഥിതി തുറന്നു കാട്ടുന്ന അല്ലെങ്കിൽ അതിന്റെ ഒരു പൂർണ്ണ ചിത്രമാണ് കഴിഞ്ഞ ദിവസം ധനമന്ത്രി നിർമ്മല സീതാരാമൻ ധവളപത്രത്തിലൂടെ രാജ്യത്ത് തുറന്നു കാട്ടിയത്. ഇതിൽ കൃത്യമായ അഴിമതികൾ ഓരോന്നും അക്കമിടുന്നു എന്നുള്ളതാണ് പ്രധാനം. അതായത് UPA ഭരണകാലത്ത് നടന്ന ഓരോ അഴിമതികളും അതിൽ വ്യക്തമാക്കുന്നു. മാത്രമല്ല GDP-യിലുണ്ടായ പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ പണപ്പെരുപ്പം, ബാങ്കുകളുടെ NPA തുടങ്ങിയ ഓരോ വിഷയങ്ങളും ഈ ധവളപത്രത്തിൽ എടുത്തു കാണിക്കുന്നുണ്ട്. അതായത് UPA ഭരണകാലത്തെ പിടിപ്പുകേട്, അതേപോലെ തന്നെ ധനകാര്യ മാനേജ്മെന്റിലുണ്ടായ പോരായ്മകൾ, ഇതെല്ലാം തന്നെ തുറന്നു കാട്ടുന്ന ഒരു ധവളപത്രമാണ് കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത്. പ്രധാനമായും നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കാനിരിക്കെ ഇത്തരത്തിലൊരു ധവളപത്രം സർക്കാർ പുറത്തിറക്കിയത് UPA സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയാണ്. കാരണം ഈ കോൺഗ്രസിന്റെ നേരായ ചിത്രം തുറന്നു കാട്ടുകയാണ് ജനങ്ങൾക്ക് മുൻപിൽ നിർമ്മല സീതാരാമൻ ചെയ്തത്. സ്വാഭാവികമായും അതിന് മറുപടി പറയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കോൺഗ്രസും അതേപോലെ തന്നെ UPAയും എത്തി നിൽക്കുകയാണ്. ഇതിനെ ഏത് രീതിയിൽ പ്രതിരോധിക്കണമെന്ന് പോലും AICC നേതൃത്വത്തിനോ അല്ലെങ്കിൽ പ്രതിപക്ഷ മുന്നണിക്കോ ആകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും ഇന്ന് സഭയിൽ ഈ ഒരു വിഷയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ വിഷയത്തെ ചൊല്ലിയുള്ള വാക്പോരുകളായിരിക്കും ഉണ്ടാകുക. പ്രധാനമായും BJP അംഗങ്ങൾ ഇത് കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിക്കപ്പെടും. 2004 മുതൽ 2014 വരെയുള്ള ഭരണപരാജയങ്ങൾ ഓരോന്നും പാർലമെന്റിനുള്ളിൽ തുറന്നു കാട്ടുവാൻ വേണ്ടിയാണ് BJP ഇരിക്കുന്നത്. അതേപോലെ തന്നെ GDP വളർച്ചാ നിരക്ക് 5% താഴ്ന്ന ഒരു സ്ഥിതി, പണപ്പെരുപ്പം 10% ഉയർന്ന അവസ്ഥ. അതേപോലെ തന്നെ UPA സർക്കാരിന്റെ കാലത്ത് രാജ്യത്തെ സാമ്പത്തിക രംഗത്തുണ്ടായിരുന്ന മുഴുവൻ പ്രശ്നങ്ങളും ഓരോന്നോരോന്നായിട്ട് അക്കമിടാനാണ് BJP അംഗങ്ങൾ ശ്രമിക്കുക. UPA ഭരണകാലത്ത് ആഗോള സമ്പദ് വ്യവസ്ഥയിൽ 12ാം സ്ഥാനത്ത് നിന്ന ഭാരതം 11ാം സ്ഥാനത്തേക്ക് മാത്രമാണ് എത്തിയത്. അതേസമയം NDA ഭരണകാലത്ത് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിൽ പിന്നെ ആദ്യത്തെ 5 സാമ്പത്തിക ശക്തികളിൽ ഭാരതം ഉണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് UPA കടന്നാക്രമിക്കുകയായിരിക്കും ഇന്ന് BJP പാർലമെന്റിൽ ചെയ്യുക. അതേസമയം തന്നെ ഈ സർക്കാർ വിവിധ സംസ്ഥാന സർക്കാരുകളെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുന്നുവെന്ന് ആരോപിച്ചുകൊണ്ട് ഈ NDA അല്ലെങ്കിൽ ഭരണപക്ഷത്തിന്റെ പ്രതിഷേധങ്ങളെ എല്ലാം തന്നെ ഈ രീതിയിൽ പ്രതിരോധിക്കാനായിരിക്കും പ്രധാനമായും കോൺഗ്രസിന്റെയും അതേപോലെ തന്നെ പ്രതിപക്ഷ കക്ഷികളുടെയും അംഗങ്ങൾ ശ്രമിക്കുക. അങ്ങനെ വളരെ വാക്പോര് നിറഞ്ഞ ഒരു നിയമസഭാ ദിവസം അല്ലെങ്കിൽ ലോക്സഭാ ദിവസമായിരിക്കും ഇന്ന് കടന്നു പോകുക എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നാളെ സഭ അവസാനിക്കുകയാണ്. അതിനു മുന്നേ ഈ രാജ്യത്തെ ജനങ്ങളോട് വിളിച്ചു പറയുവാൻ അല്ലെങ്കിൽ രാജ്യത്തെ ജനങ്ങളോട് തുറന്നു കാട്ടുവാൻ കോൺഗ്രസിന്റെയും അതേപോലെ തന്നെ UPAയുടെയും പൊയ്മുഖം തുറന്നു കാട്ടുവാനുള്ള ഒരു അവസരമാണ് BJPക്ക് മുന്നിൽ ലഭിച്ചിരിക്കുന്നത്. അതവർ പരമാവധി പ്രയോജനപ്പെടുത്തുക തന്നെ ചെയ്യും. മനു, ശരി, എസ് നന്ദഗോപനാണ് വിശദാംശങ്ങൾ നൽകിയത്.